പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ആണ്ടിന്റെ പ്രാരംഭ കർത്തൃദിവസമാണിത്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഒരു കാര്യം, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, എത്രയും പെട്ടെന്ന് ഈ വർഷം അങ്ങ് എന്ത് ചെയ്യും? ഓടിത്തീരും. എത്രയും പെട്ടെന്ന് ഇത് ഓടിത്തീരും. കഴിഞ്ഞ വർഷം അതുപോലെ ഓടിത്തീർന്നതാണ്. നമ്മൾ 31-ാം തീയതി രാത്രി ചില കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരുവന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. നമ്മളത് ചിന്തിച്ച കഴിഞ്ഞ തോട്ടക്കാരൻ പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായി ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു? ഫലം തിരിയുന്നു. സ്തോത്രം. അത് ഉടയും പറയാണ്, അതിനെ നിർത്തിയേക്കുന്ന എന്തിനാന്ന്? അത് സ്ഥലം നിഷ്പ്രയോജനപ്പെടുത്തുകയാണ്, നിഷ്ഫലമാക്കുകയാണ്, അതിനെ വെട്ടിക്കളയാമെന്ന് പറയുന്നു. തോട്ടക്കാരൻ പറയുന്നു, ഒരാണ്ടോടെ നിൽക്കട്ടെ, ഞാൻ കിളച്ച് വളയിടുവോളം ഒരാണ്ടോട് നിൽക്കട്ടെ. നമുക്ക് ആ ഒരാണ്ടോട് നിൽക്കാൻ ദൈവമായി കർത്താവ് ഇടയാക്കി. നമ്മൾ ഫലം കായ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരെ കൊണ്ട് ഓരോ തരത്തിലുള്ള ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കണം. എല്ലാരെയും കൊണ്ട് പ്രസംഗിക്കാനുള്ള ഫലമല്ല ആഗ്രഹിക്കുന്നത്. എല്ലാരും പ്രസംഗിക്കാന്നുള്ളതല്ല. ദൈവം അതിനുവേണ്ടി വരം നൽകിയിരിക്കുന്നവർ ആ കാര്യം ചെയ്യും. അല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്ത് ഫലമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, കായ്ക്കാൻ കഴിയുന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് പറ്റുന്ന താലന്തുകള് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ദിവസം താലന്തിനെ കുറിച്ച് പറഞ്ഞാണ്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം നമ്മളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഒരാൾ പരീക്ഷ സഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പ്രാപ്തിക്കനുസരിച്ച് അത് പറ്റുന്നത്. ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. പ്രാപ്തിക്ക് മേതെയുള്ള കാര്യം ഏൽപ്പിക്കത്തില്ല. അവൻ പരീക്ഷയോടുകൂടി പോക്കുവഴി നൽകുന്ന ദൈവമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. യോഹന്നാൻ 15:16 ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? പോയി ഫലം കായ്ക്കണം. പോയി ഫലം കായ്ക്കണം. വെറുതെ ഇരുന്നാലല്ല കേട്ടോ. സ്തോത്രം. നമ്മൾ പോകണം. നമുക്ക് എവിടെങ്കിലും ഒക്കെ ഈ പരിശോധന ആളുകൾ പോകുന്നതൊക്കെ കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ പോയി ഫലം കായ്ക്കണം. സ്തോത്രം. ഇന്നലെ വൈകിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നാം എന്ത് ചെയ്താലും മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. പിന്നെ മുൻനിർണയപ്രകാരം അല്ലാത്തവര് വന്നാലും പിന്തിരിഞ്ഞു പോകും. മുൻനിർണയമില്ല. ദൈവത്തിന് മുൻനിർണയമില്ല. സ്തോത്രം. ദൈവത്തിന് മുൻനിർണയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ ആ സമയത്ത് കർത്താവിനെ ഏറ്റുപറയാൻ ഇടയായത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻനിർണയം. ആ കള്ളനും ആദ്യം ഒന്ന് എന്ത് ചെയ്തായിരുന്നു? ദുഷിച്ചായിരുന്നു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും അവനെ ദുഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവന് പെട്ടെന്ന് അവന്റെ ഹൃദയത്തിൽ തോന്നി. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ താല്പര്യമില്ലാത്ത ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ സ്നാനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് എന്ത് ചെയ്യുക? ഏകീഭവിക്കുക. ക്രൂശിലെ കള്ളനെ ലഭിച്ചതുപോലെ ഒരു ഭാഗ്യം വേറെ ഒരുത്തന്നെ ലഭിക്കത്തില്ല. യേശുവിന്റെ വ്യത അവന്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ടാണ് മറ്റവനോട് പറഞ്ഞത്, ഇവൻ അരുതാത്തതൊന്നും എന്ത് ചെയ്തില്ല. ഇവൻ അരുതാത്തതൊന്നും ചെയ്തില്ല. നമ്മുടെ കർത്താവ് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമ്മളോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോ? സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അപ്പൊ നമ്മൾ ഫലം കായ്ക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും നമ്മൾ ചിന്തിച്ചായിരുന്നു സദൃശവാക്യം 4:18 നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് മധ്യാഹ്നം വരെ ഉച്ചവരെ എന്ത് ചെയ്യും? ശോഭിക്കും. നീതിമാന്മാര് ശോഭിക്കുക ചെയ്യേണ്ടത്. നീതിമാന്മാർ എന്ത് ചെയ്യണം? അവര് കുറഞ്ഞു പോകുകയല്ല. ഒരു പ്രായം കഴിയുമ്പോ സ്തോത്രം നമുക്ക് ക്ഷീണം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് പാടാൻ കഴിയാതെ വരും, പ്രസംഗിക്കാൻ കഴിയാതെ വരും. ഈ കാര്യങ്ങൾ ഒരു പ്രായം കഴിയുമ്പോ പറ്റത്തില്ല. ഒരു പ്രായം കഴിയുമ്പോ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കഴിഞ്ഞ ദിവസം എന്റെ കാലുവേദനയ്ക്ക് ഞാൻ നമ്മുടെ ഒരു വിശ്വാസിയായ ഒരു അച്ചായനെ കണ്ടു. അപ്പൊ അച്ചായൻ പറഞ്ഞു, ഒരു പ്രായം കഴിയുമ്പോൾ പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മരപ്പും വേദനയും വിഷമവും വേദനയും നടുവേദനയും എല്ലാം ഉണ്ടാകും. ഒരു പ്രായം കഴിയുമ്പോൾ ഇതുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം എന്താണ്? പ്രയാസവും ദുഃഖവുമാണ്. അതിന്റെ പ്രതാപം പ്രയാസം. ഇനി ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റപ്പെടുന്ന സമയം വരും, ഒറ്റയ്ക്കാകുന്ന സമയം വരും. ഞാൻ പലർക്കേക്ക് പറയാറുള്ള, അതിനോളം വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
അതിനോളം വലിയ പ്രയാസം വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവുമാണ്. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്തോത്രം, ഈ ഉള്ള സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. ഉള്ള സമയം ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഉള്ള സമയം സുവിശേഷ കാര്യമാണെങ്കിലോ മറ്റു ജോലി കാര്യമാണെങ്കിലോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തെന്നുള്ളത് തെറ്റൊന്നുമല്ല കേട്ടോ. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഹല്ലേലൂയ. ചില ആളുകൾക്ക് വിശ്വാസം കയറിയിട്ട്, ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, റബ്ബർ വെക്കാതിരുന്ന ആളുകളുണ്ട്. പറമ്പ് കർത്താവ് വരും ഇത് വെച്ച് റബ്ബർ വെട്ടാനുള്ള സമയമില്ലെന്നും പറഞ്ഞ് വെക്കാതിരുന്ന അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവസാനം നഴ്സറിയിൽ നിന്ന് തൈ മേടിപ്പിച്ചു കൊടുത്ത അവസരം എനിക്കറിയാം. കാരണം ആളുകളുടെ ചിന്ത എങ്ങനെ, ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിക്കും. പൗലോസ് ശ്ലീഹ തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ കന്യകമാരെ വിവാഹം കഴിപ്പിക്കണ്ട എന്ന് പൗലോസ് പറയാനിടയായി. എന്ന് വെച്ചാൽ പൗലോസിന്റെ ചിന്തയിലും ആ ചിന്ത വന്ന് പെട്ടെന്ന് കർത്താവ് വരുമെന്നാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതിയും പ്ലാനും എന്താണ് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കർത്താവിന്റെ പ്ലാനും പദ്ധതിയും കർത്താവിന്റെ കാര്യങ്ങള്, സ്തോത്രം, നമ്മൾ അറിയണം. ദൈവത്തിന് എല്ലാം ഒരു സമയമുണ്ട്. കർത്താവ് നേരത്തെ വന്നിരുന്നേ നമ്മൾ ആരെങ്കിലും പോകുമോ? നമ്മൾ പോകത്തില്ല. നമ്മൾ ജനിച്ചതിനും നമ്മൾ പോകാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദയക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്നു തിന്നുന്ന ചില കാര്യങ്ങളുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സകല ദുഷ്ടതയും നമുക്ക് വളരാൻ കഴിയാതെ നമ്മളെ ഹനിക്കുന്ന നമ്മളെ കീടങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങള്. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ, ആത്മീയമായി നമ്മളെ വളർത്താൻ കഴിയാതെ നമ്മളെ പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും. വളരെ ശ്രദ്ധിക്കണം. ആകയാൽ സകല ദുഷ്ടത. നമ്മളെ തന്നെ ചിന്തിക്കണം. നമ്മൾ വരെ എല്ലാരും ക്ലീൻ ആണെന്നും പറഞ്ഞായിരിക്കുന്നത്. നമ്മളെ കർത്താവിന്റെ സ്കാനർ കൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോ അറിയാം നമ്മുടെ എവിടെല്ലാമാണ് ക്ലീൻ എന്നുള്ള കാര്യം. ചില പ്രത്യേക സ്കാനിങ് ഒക്കെ നടക്കുമ്പോ നമ്മുടെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അറിയാം, ടി വിയിൽ അറിയാം. ഇന്നിടത്ത് ഞാൻ ഒരിക്കല് എന്റെ വല്യപ്പനെ കൊണ്ട് പോയപ്പോ ശ്രദ്ധിച്ചു, അവരാ സ്ക്രീനിൽ ഞരമ്പിന് വല്ല പ്രശ്നമുണ്ടെന്ന് അറിയാൻ ഒരു സ്ക്രീന് അദ്ദേഹത്തെ കയറ്റി. ഞാനാണ് കൂട്ടത്തിൽ കയറിയത്. അപ്പൊ എവിടെന്താ തടസ്സം ഉണ്ടെങ്കിൽ അവിടെ തടസ്സം കാണിക്കും. കർത്താവിന്റെ നമ്മളെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാം നല്ലവരാന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെ ചില ദുഷ്ടതകൾ പിൻപറ്റുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ പറയും നമ്മൾ ക്ലീനാന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ ഒരു മുറിക്കകത്ത് കയറി കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മുടെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കണം. നമ്മളിലുള്ള നമ്മൾ പറയുന്ന ക്ലീനാന്ന്. അവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, കർത്താവിന്റെ യജ്ഞജാലയ്ക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ക്ലീൻ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പിന്നെ എളുപ്പമുണ്ട്. ക്ലീൻ അല്ലെങ്കിലും കർത്താവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചല്ലോ എന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കും. നമ്മളെ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ ഈ വക കാര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കും. നമ്മൾ അനുഭവിക്കേണ്ട നന്മയെ മുരടിപ്പിക്കും. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കും. വളരെ ശ്രദ്ധിക്കണമേ. നമ്മൾ സന്തോഷം അനുഭവിക്കേണ്ടി വരാ. സ്തോത്രം. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും. സ്തോത്രം, ഹല്ലേലൂയ. യോനായുടെ ചിന്ത നമുക്ക് പാടില്ല കേട്ടോ. യോന നല്ല പ്രവാചകനാ. ആളുകൾ പറയുന്ന വിശ്വസ്തനായ പ്രവാചകനാ യോന എന്നാ പറയുന്നത്. പക്ഷെ യോനയ്ക്ക് പറ്റിയ എന്നാന്ന് ചോദിച്ചാൽ, യോന അവിടെ ചെല്ലുമെന്നും അവിടെ ജനം മാനസാന്തരപ്പെടുമെന്നും പുള്ളി പറയുന്നത് അവസാനം പാഴ്വാക്കായി പോകുമെന്നൊക്കെയുള്ള ചിന്തയിലാണ് ഈ പുള്ളി ചെയ്തതെന്നാ പറയുന്നത്. സ്തോത്രം. അവസാനം യോന, നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ഒത്തിരി സ്വഭാവം യോനായിക്കൊണ്ട്. യോന പ്രസംഗിച്ച് നാശം കാണാൻ നോക്കിയിരിക്കുക. ഇന്ന് പല ആളുകളും വിശ്വാസികളുടെ നാശം കാണാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. വിശ്വാസിയുടെ നാശം കാണാൻ നോക്കിയിരിക്കുന്ന വിശ്വാസികൾ തന്നെയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസിയുടെ നാശം കാണാൻ നോക്കിയിരിക്കുന്ന വിശ്വാസിയുണ്ട് യോനായെ പോലെ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെക്കാളി നന്നായിട്ട് അവർ പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മളെക്കാളി നന്നായി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അവരുടെ നാശം കടന്നത്? ഇത് തീരുമാനം എടുക്കുന്ന ആരാ? നമ്മുടെ കർത്താവാ. സ്തോത്രം. യോന അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ആ കർത്താവ് സന്തോഷത്തോടെ ഒരു ആവണക്ക് എന്ത് ചെയ്തു?
കൽപ്പിച്ചുണ്ടാക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തമ്പുരാന് സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും അതത് തരം സസ്യങ്ങളെയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഉണ്ടാക്കാണ് കൽപ്പിച്ചുണ്ടാക്കിയെന്നാ പറഞ്ഞേ. അങ്ങനെയല്ലേ ചാൻ? കൽപ്പിച്ച് ഒരാമണക്ക് ഉണ്ടാക്കാൻ ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. എന്ന് വെച്ചാൽ അവന്റെ തലയുടെ മുകളിൽ തന്നെ ഇത് മുളയ്ക്കണം. അവൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ പെട്ടെന്ന് മുളച്ചു വന്നു. ഈ ആവണക്ക് മുളച്ചു വന്നപ്പോ തന്നെ ഇവനൊന്ന് ചിന്തിക്കണ്ടേ, ഇത്രയും പെട്ടെന്ന് ഈ ആവണക്ക് ഇവിടെ മുളയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്തുണ്ടെന്ന്. സ്തോത്രം. അടുത്തത് മുളച്ചു വന്നു. ഉടൻ തന്നെ കർത്താവ് ഒരു പുഴുവിനെ എന്ത് ചെയ്തു? എങ്ങനെ എഴുതിയേക്കുന്നേ? നിങ്ങളാരും വായിച്ചിട്ടില്ലേ? കൽപ്പിച്ചാക്കി എന്നാ പറഞ്ഞേ. അപ്പൊ തന്നെ അതിനെയും അത് കുത്തിനെ കുത്തിക്കളഞ്ഞു. സ്തോത്രം. യോനായുടെ ദേഷ്യം. പക്ഷെ നമ്മുടെ കർത്താവിന്റെ ദയ എത്ര വലുതാണ്. നമ്മുടെ അടുക്കൽ ആ ദേഷ്യപ്പെടുന്നെങ്കിലും ഉണ്ടല്ലോ, ജവിയെ തൂക്കിയെടുത്ത കടലിലോട്ട് നമ്മൾ എറിയല്ലേ. ഇത്രയും കാര്യം നമ്മളാ ചെയ്യുന്നെങ്കില് ദൈവത്തോട് മറുതലിച്ചിട്ട് നമ്മൾ നിൽക്കുന്നത് എന്നാന്നറിയാമോ? നമ്മുടെ കർത്താവിന്റെ കരുണ വലുതാ, അവന്റെ ദയ വലുതാ. അതുകൊണ്ടാ നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. അവന്റെ കരുണ. യോനയോട് കർത്താവ് പറഞ്ഞൊന്നും ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല, അവനെ പറഞ്ഞു മനസ്സിലാക്കിയതേ ഉള്ളൂ. നീ അധ്വാനിക്കോ നോക്കുകയോ ചെയ്യാതെ ആവണക്ക് നിമിത്തം നീ കോപിക്കുന്ന എന്താണ്? യോനായോട് ദൈവം പറയാ, ഇടങ്കയും വലങ്കയും അറിയാത്ത ഇത്ര 1000 ആളുകൾ അവിടെയുണ്ട്, അവരെ കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നുകയല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ മനസാക്ഷിയിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിൽ എന്തെങ്കിലും മുറുകെ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിൽ നിന്നൊരു വിടുതല്. ഞാൻ ജീവപര്യന്തം കോപിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, കോപിച്ചിരിക്കും. ഞാൻ പറയട്ടെ, ഈ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ഹല്ലേലൂയ. വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില കല്യാണ പ്രസംഗത്തിന് ഭാര്യയും ഭർത്താവും കൂടെ വരമ്പേ കൂടെ പോയപ്പോ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞൊരു കഥ പറയാറുണ്ട്. അവസാനം ഈള് പറഞ്ഞാൽ ശരി, അവള് എന്തോ എങ്ങനെ ഒരു കഥ ഇല്ല, കർത്തരിക്കുന്നു. അതെന്തായിരുന്നു? എന്തോ കൊയ്തത്. അത് കത്രിക കൊണ്ടാ മുറിച്ചെന്നും കൊയ്തെടുത്താന്നും പറഞ്ഞാ. കാരണം പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, പെട്ടെന്നാണ്. അവസാനം ഇയാള് പിടിച്ച് പെണ്ണുമ്പിള്ളയെ വേമ്പനാട് കായലിലോട്ട് തള്ളിയെന്നാ പറഞ്ഞത്. കഥയാട്ടോ. മുങ്ങി താഴ്ന്നപ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞു, ഇങ്ങനെ കത്രിക. മുങ്ങി താഴുമ്പോഴും പുള്ളിക്കാരി എന്താ പറയുന്നത്? ഇങ്ങനെ കത്രിക കൊണ്ട് മുറിച്ചതാന്ന്. പ്രിയമുള്ളവര്, നമ്മുടെ ഈ പിടുത്തം ഇങ്ങനത്തെ ആ പിടുത്തം ഒന്ന് കളയണം കേട്ടോ. ഇങ്ങനത്തെ ഒത്തിരി പിടുത്തം നമുക്കില്ലെന്ന് പറയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെന്ന് പറയണ്ട. സ്തോത്രം. നമ്മുടെ ഈ പിടുത്തം ഉണ്ട്. നമ്മുടെ ചില സഹോദരന്മാരെ ആണുങ്ങളുടെ വർഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വരുമ്പോ തന്നെ ചായ അവിടെ കണ്ടിരിക്കണം. ചായ വേണേ ചോദിക്കണ്ടേ? എപ്പോഴും ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണോ? ചായ വേണമെങ്കിൽ ചോദിക്കണം, ഭക്ഷണം വേണേ ചോദിക്കണം. അതിനകത്ത് നമ്മുടെ ഈഗോയുടെ പ്രശ്നമില്ല, ഈഗോയുടെ കാര്യമില്ല അതിനകത്ത്. ചിലയിടത്ത് ആവശ്യമില്ലാത്ത ഈഗോയാ, ആവശ്യമില്ലാത്ത പ്രശ്നമാണ്. ഹല്ലേലൂയ. ആകയാൽ സകല ദുഷ്ടതയും, അടുത്തത് എല്ലാ ചതിവും. നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി ചതിവ് ഈ ലോകത്തിലുണ്ട്, ഒത്തിരി ചതിവ് ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ ചതിവ് പാടില്ല കേട്ടോ. ലോകത്തിൽ ചതിവ് പലതും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി ബിസിനസ്സില് ചതിവുകളുണ്ട്, കൊടുക്ക വാങ്ങലുകളിൽ ചതിവുണ്ട്. സ്തോത്രം. പക്ഷേ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ആരാ? കർത്താവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവജനമാ. ആകയാൽ എല്ലാ ചതിവും, ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവം, അസൂയയും. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് വ്യാജഭാവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വ്യാജഭാവം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ മുഴുവൻ കയ്പ് നിറഞ്ഞിരുന്നാലും നമ്മൾ കാണുമ്പോൾ എന്തോ ചെയ്യും? നല്ല ഇതായിട്ട് അഭിനയിക്കും. കാണുമ്പോൾ നല്ലതായിട്ട് അഭിനയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പാസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ വിശ്വാസി ഇന്ന ആളുമായിട്ട് ഇന്ന ഭാരമുണ്ടെന്ന് അങ്ങ് പറ. അന്നേരമല്ലേ അറിയത്തുള്ളൂ എന്താ കാര്യമെന്ന് അറിയത്തുള്ളൂ. കാര്യം അറിയാതെ വല്ല കാര്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഏതെങ്കിലും ഒരു ഭാരം ഉണ്ടെങ്കിൽ നേരിട്ട് പറയണേ ഇന്നതാ ഭാരമെന്നാ. അപ്പൊ അതിനകത്ത് ചില കാരണങ്ങൾ കാണും, അതിനകത്ത് ചില കാരണങ്ങൾ കാണും. എന്താ കാരണമെന്നുള്ള കാര്യം കാണും.
ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യമില്ലാതെ ഒരു കാരണം. അപ്പൊ നമ്മളത് ചർച്ച ചെയ്യുമ്പോ ആ കാര്യം മനസ്സിലാക്കും. സ്തോത്രം, ഹല്ലേലൂയ. വ്യാജഭാവം നമ്മളിൽ ഉണ്ടാകരുത്. സ്തോത്രം, ഹല്ലേലൂയ. സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞേച്ച് ചില ആളുകൾക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്. പൂച്ച പാല് കുടിച്ചേച്ച് മുഖം നക്കിയിട്ട് പമ്മി ഇരിക്കുന്ന പോലെ ചിലര് ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് ഞാനൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യും? പിന്നെ കുറ്റം മുഴുവൻ മറ്റേ ആളുകളുടെയാന്ന് പറയും. കുറ്റം മുഴുവൻ മറ്റേ ആളിന്റെ ആന്ന് പറയുന്നത് നീ കേൾക്കരുത്. ആ ആളെ കൂടെ വിളിച്ചൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാലോ? നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം, വളരെ ശ്രദ്ധിക്കണം. വ്യാജഭാവം നമ്മളിൽ ഉണ്ടാകരുത്. ഉള്ളതുപോലെ ആയിരിക്കണം. നദനേലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ എന്തില്ല? കപടമില്ല. ഹല്ലേലൂയ. മക്കളോടാണേലും മരുമക്കളോടാണേലും ഉള്ള കാര്യത്തിൽ പറഞ്ഞാൽ മതി. ഉള്ള കാര്യം പറയണം. പറയാതിരുന്നേച്ചെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്ന് പൊരുതരുത്. മനസ്സിൽ വെച്ചിരുന്നോണ്ട് പൊരുതരുത്. ആളുകള് കാര്യങ്ങൾ പറയണം. ആരോടാണേലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പൊരുതാനോ നമുക്കതിന് എതിരായി ചെയ്യാനോ നമുക്ക് അനുവാദമില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. പറഞ്ഞേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പൊ അതിനകത്ത് കുഴപ്പമില്ല. അല്ലെ പിന്നെ നമ്മളിങ്ങനെ അഭിനയിക്കുകയല്ലേ. അപ്പോ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ, ഞാൻ എൻ്റെ മോടെ കല്യാണത്തിന് എൻ്റെ പെങ്ങളെ അളിയാനും ചെന്ന് വിളിക്കണമല്ലോ. അങ്ങനെ ഫോൺ വിളിച്ചാലും മതി. ഞാൻ എറണാകുളത്ത് ചെന്നു. കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ആലോചിച്ചു. എല്ലാം ചെയ്യേണ്ട അളിയൻ്റെ അഭിപ്രായം നേടി, പെങ്ങളുടെ അഭിപ്രായം നേടി, എല്ലാം ചോദിച്ച്. അപ്പൊ അളിയ ഞാൻ പോകും കേട്ടോ എന്നല്ല, എല്ലാം പറഞ്ഞു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കല്യാണം വിളിച്ചില്ലായിരുന്നു. ഞാൻ കല്യാണത്തിന് വരാൻ അളിയനെയും പെങ്ങളെയും വിളിച്ചില്ല. അവസാനം എൻ്റെ മോടെ കല്യാണത്തിന്റെ തലേദിവസം വൈകിട്ട് എൻ്റെ അനിയൻ എന്നെ വിളിച്ചു. കാരണം അവര് തമ്മിൽ പറഞ്ഞു, വേക്കുടിച്ചാൻ വന്നിച്ച് വിളിച്ചൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പം അനിയൻ എന്നെ വിളിച്ചു, വേക്കുടിച്ചാ ഒന്ന് ചിന്തിച്ചേ, എന്നാടാ കൊച്ചിന്റെ കല്യാണം അളിയനോട് ജനം എടാ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഞാനും അളിയനും കൂടെ എല്ലാം ആണല്ലോ ചിന്തിച്ചത്, എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, വേക്കുടിച്ചാ എല്ലാം പറഞ്ഞു, പക്ഷെ വേക്കുടിച്ചാൻ അവർ വരാൻ പറഞ്ഞില്ലെന്ന്. സത്യത്തിൽ ന്യായമായ കാര്യമില്ലേ? മൂത്ത അളിയനാ, വരാൻ പറഞ്ഞില്ല. ഈ അളിയന്മാരാണല്ലോ കൊതുകുത്തിന്റെ മുമ്പ് ഇരിക്കുന്ന ഇഷ്ടന്മാര്. അപ്പം വരാൻ എന്ത് ചെയ്യല്ല, പറഞ്ഞില്ല. ഞാൻ ഉടനെ ഇവിടുന്ന് രാത്രി വിളിച്ചു. ഞാൻ എന്നിട്ട് അങ്ങോട്ട് ചൂടായി. എന്നടി ഞാൻ അവിടെ വന്ന് ഇത്രയും പെട്രോൾ മേടിച്ച് അവിടെ വന്ന് എല്ലാ കാര്യവും പറഞ്ഞ്. അപ്പൊ അവള് പറഞ്ഞു, ബേക്കുടിച്ചാൻ ഞങ്ങൾ വന്നേനെ, ഞങ്ങൾ വരും, പക്ഷെ ബേക്കുടിച്ചാൻ പറഞ്ഞില്ലെന്നുള്ളൊരു കാര്യം. അതുപോലെ വേറൊരു അളിയൻ, എൻ്റെ അപ്പന്റെ ചേട്ടന്റെ മോളെ കെട്ടിച്ചേക്കുന്ന ഇവിടെ ഒരു അളിയൻ, അവർ അമേരിക്കയിലായിരുന്നു. കൊച്ചിന്റെ കല്യാണം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 2-3 ദിവസം മുമ്പ് വന്നു. ഞാൻ ഇവർക്ക് അമേരിക്കയിലൊക്കെ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, അവർക്കത് കിട്ടിയില്ല. അപ്പൊ അവര് ചിന്തിച്ചുകൊണ്ടിരുന്നത് വിളിക്കാതെ വരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തേക്കുമായിരുന്നു. കൈതപ്പള്ളി ഓഡിറ്റോറിയത്തിലാ വിളിക്കാതെ വരാൻ. അവർ വിളിക്കാതെ വരുമ്പോ എന്നെ ഒന്ന് ചമ്മിക്കാവല്ലോ എന്ന് ഓർത്ത്, അവർക്ക് വരാൻ അർഹതയുള്ളവരല്ലേ, എൻ്റെ മൂത്ത പെങ്ങളല്ലേ. അപ്പോൾ എന്നോട് വേറൊരു പെങ്ങൾ വിളിച്ചു പറഞ്ഞു, വേക്കുടിച്ചാ അവര് വന്നിട്ടുണ്ട് കേട്ടോ, കല്യാണത്തിന് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എടാ ഞാൻ നീ വിളിച്ചില്ലേലും വന്നേനും, വരാനിരിക്കുക. കാരണം ഞങ്ങൾ ഇവിടെ ഇല്ലാന്നാ, സാഹചര്യം കൊണ്ടല്ലേ. നമ്മളൊന്ന് ആലോചിച്ചേ, വിശ്വാസി അല്ല കേട്ടോ, വിശ്വാസി അല്ലാഞ്ഞിട്ട് പോലും അവർ വരാൻ തയ്യാറായി. സ്തോത്രം. കാരണം അവർക്കറിയാം അവരിവിടെ ഇല്ല, വന്നില്ലെന്നുള്ള കാര്യം അറിയത്തില്ല, ഏതുകൊണ്ടാണ് വിളിക്കാത്തെന്നുള്ള കാര്യം അറിയാം. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയ, അത് വലിയൊരു പ്രയാസമാണ്. മരുന്നില്ലാത്ത ഏക സാധനം എന്ന് പറയുന്നത് അതാ. കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ലെന്നാ. കഷണ്ടിക്ക് ഇപ്പൊ 1-ാം തരം മരുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വലിയ പാസ്റ്റർമാരെല്ലാം എന്താണ് വിക്കി വെച്ചേക്കുവാ. അതേ ചൊല്ലിയുള്ള വിമർശനമാണ് ഇപ്പൊ യൂട്യൂബിലും ഒക്കെ. കാരണം അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അസൂയക്ക് എന്ത് ചെയ്തില്ല. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ പോലും ആളുകൾക്ക് സന്തോഷമാണ്. നമ്മൾ വിചാരിക്കും സന്തോഷമാണ്. നമ്മൾ സന്തോഷം കൊണ്ട് ചിലപ്പോൾ ചിലതൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ ഇത് അസൂയ കാരണം വിൽക്കാൻ വയ്യാത്തവൻ എന്തോ ചെയ്യും, അവനത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അതിനെ ചൊല്ലി വിമർശനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മരുന്നില്ലാത്തൊരു കാര്യം അസൂയ. ഒരു നല്ല വണ്ടി നമ്മൾ മേടിച്ചാൽ സ്തോത്രം അസൂയ. നല്ല ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ, നല്ലൊരു വീട് വെച്ചാൽ അസൂയ. നമ്മൾ വിചാരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് എല്ലാം സ്നേഹമാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിന്റെ ഉള്ളിൽ അസൂയയുടെ ഒരു വ്യാപാരമുണ്ട്. അത് പിശാചിന്റെ ഒരു വ്യാപാരമാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് നന്നായിരുന്നാൽ തന്നെ ആളുകൾക്ക് എന്തൊരു വിഷമാ. നന്നായിരുന്നാൽ തന്നെ ചോദിക്കുക ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നു. കാരണം
അത് ഉള്ളിൽ നിന്ന് വരുന്നത് എവിടുന്നാണെന്നറിയാമോ? അസൂയെന്നാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അസൂയ, പിന്നെ എല്ലാ നുണയും. അയ്യോ, അതൊരു പ്രത്യേക നുണയാ കേട്ടോ. സാധാരണ നുണയല്ല, എല്ലാ നുണയും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഈ നുണ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കരുത് കേട്ടോ. ചില ആളുകൾ കാര്യം സാധിക്കാൻ വേണ്ടി നല്ലതായിട്ട് നുണ പറയും. കാര്യം സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ ഇങ്ങനെ ഹൈഡ്രോളിക് ജാക്കിയൊക്കെ വെച്ച് പൊക്കി നുണ പറയുന്ന ആളുകളുണ്ട്. ഇന്നാളൊരു പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടു, കല്ല് വെച്ച നുണ, കുറെ നുണ. എനിക്കത് അതിന്റെ പേര് കിട്ടിയില്ല. പുള്ളി അങ്ങ് ശാരവേഗത്തിൽ പറയുക ഇത്ര സൈസ് നുണയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ദൈവദാസനെ ആത്മാവിൽ എഴുതിയിരിക്കുക എല്ലാ നുണയും. ഹല്ലേലൂയ. നുണയാണ് പ്രശ്നത്തിനുള്ള കാരണം. നമ്മളോടും തന്നെ എത്രയോ ആളുകള് നമ്മൾ ഏതെങ്കിലും ഒരു വർത്താനം പറഞ്ഞാൽ അതിനകത്തെ ട്യൂണിന് അർത്ഥമുണ്ട്, ഭാഷയ്ക്ക് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരോട് അമ്മമാര് പറയും നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. സത്യം പറഞ്ഞാൽ വേറൊരാൾ കേട്ടേച്ച് പറയാം, ആ തള്ളയാ ചെറുക്കനെ എന്ത് ചെയ്യാനിരിക്കുക, കൊല്ലാനിരിക്കുക. ശരിയല്ലേ? പറഞ്ഞല്ലേ കൊന്നുകളയുമെന്ന് കേട്ടതല്ലേ? വേണേ ടേപ്പ് റെക്കോർഡുണ്ട്. കൊന്നുകളയുമെന്നുള്ള റെക്കോർഡുണ്ട്. സംഗതി ശരിയാ, കൊന്നുകളയുമെന്ന് പറഞ്ഞു. സത്യത്തെ അതിനാന്നോ പറഞ്ഞേ? അവനോട് ആ ദേഷ്യം വന്ന് പഠിക്കാത്തതിന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞതാ. അപ്പോ സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം. ഇവൻ ചെന്ന് പറയുന്നത് എന്താ? കൊന്നുകളയും. ഞാൻ കേട്ടതാ, എന്റെ ചെവിക്ക് കേട്ടതാ. നമുക്ക് വാക്കുകൾക്ക് അർത്ഥമുണ്ട്, ഭാഷയ്ക്ക് ട്യൂണുണ്ട്. ഇതിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. ഈ കല്ല് വെച്ച നുണ പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും സമാധാനം കിട്ടാൻ പോകുന്നില്ല കേട്ടോ. എന്നും ഇങ്ങനെ ഉഴന്ന് നടന്ന് നുണ പറയാം. എന്നും ഇങ്ങനെ ഉഴന്ന് നടക്കാനല്ലാതെ, ഉഴന്ന് നടന്ന് നുണ പറയുകയല്ലാതെ കരകയറി വരത്തില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഈ ഉള്ളതാണേലും ഉള്ളതുപോലെ നമ്മൾ ചെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിച്ചാൽ സത്യമേ സംസാരിക്കാവുള്ളൂ. സത്യം നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. നമ്മൾ സത്യം ആവശ്യമില്ലാത്തടത്തൊക്കെല്ലാം കയറി നമ്മൾ പറയണോ? നമ്മൾ പരമാവധി വാക്കുകൾ ചുരുക്കമായിരിക്കണം. പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ ആളുകൾക്കും ഓരോ ദർശനമുണ്ട് കേട്ടോ. നമ്മൾ മനസ്സിലാക്കുക. ഒരാളുടെ ദർശനത്തെ നമ്മൾ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഒരാൾക്കൊരു ദർശനമുണ്ട്, ഒരാൾക്കൊരു പ്ലാൻ ഉണ്ട്. ചില ആളുകൾക്ക് പരസ്യയോഗം അവരുടെ ദർശനമാ, പ്ലാനാ. കൺവെൻഷൻ അവരുടെ പ്ലാനാ. ചില ആളുകൾക്ക് മറ്റു ചിലത് പ്ലാനാ. ചില ആളുകൾക്ക് ഓരോരോ പ്ലാനാ ഉള്ളത്. സ്തോത്രം. അത് അവരവരുടെ താല്പര്യമാണ്. നമുക്ക് മനസ്സുണ്ടെ സഹകരിക്കുക, ഇല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക. ഈ ആളുകളുടെ താല്പര്യം. സ്തോത്രം. ദൈവത്തിന് ഓരോരുത്തരെ, അച്ഛൻ മുമ്പേ പറഞ്ഞു, ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ ഓരോ പ്ലാനാ. ഓരോ പ്ലാനുകളാ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഓരോ പ്ലാനുകളാ. ഹല്ലേലൂയ. പുത്തൻകുരിശിന്റെ ജേക്കബ് മത്തായി സാറിനെ കുറിച്ചുള്ള പ്ലാന് അദ്ദേഹം എല്ലാം പൊട്ടി പരാജയപ്പെട്ടു പോയി എല്ലാം. എങ്കിലും എന്തോരം ആളുകളെ അടക്കാൻ സെമിത്തേരി ഉണ്ടാക്കി. അത് അദ്ദേഹത്തെ കുറിച്ചുള്ള പ്ലാനാ. എത്രയോ കാഹളം കേൾക്കുമ്പോ നമ്മുടെ അടുത്ത പ്രദേശത്ത് ജേക്കബ് മത്തായി സാറിന്റെ ശവക്കോട്ടയിൽ നിന്നായിരിക്കും ഭയങ്കര ഈയല് പോലെ പൊങ്ങുന്നത്. എന്തോരം വിശുദ്ധന്മാരാ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ കെട്ടിടം എല്ലാം ജപ്തിയായി പോയി. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനിയും അവിടെ ഒരു എന്താ ഒരു വാഴക്കുഞ്ഞ് വെക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. ആ പറമ്പില് മൊത്തം കല്ലറയാ. അത് അദ്ദേഹം ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പല കാര്യം ആളുകൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ചെയ്യാനുള്ള കാര്യം ചെയ്യിപ്പിച്ചോ. സ്തോത്രം. നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങള് ദൈവം ഓരോരുത്തരെ ഓരോ കാര്യങ്ങളാ. ഞാൻ ഇവിടെ പ്രദേശത്ത് വരുമെന്നോ ഇവിടെ താമസിക്കുന്നോ ചിന്തിച്ചതല്ല. ഞാൻ കുടുംബത്ത് എന്റെ ചേട്ടന് ഞാൻ ഇവിടെ ഭാഗം ചെയ്യുമ്പോ തന്നെ ഞാൻ അവിടെ താമസിക്കാനിരുന്ന ദൈവത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇനി ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയല്ലേ. അതിന് നമ്മൾ എന്തിനാ എതിരെ നിൽക്കുന്നത്? സ്തോത്രം. ഞാൻ തന്നെ അതിശയിച്ചു പോകാറുണ്ട്. കാരണം കർത്താവെ ഇത്രത്തോളം കൊണ്ടുവരാൻ എന്താ ഉള്ളത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ ഓരോ പ്ലാനുകളാ നമ്മളെ കൊണ്ട് നിവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാ നമ്മളെ കൊണ്ട് നിവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ നുണയും. പിന്നെ അടുത്തത് നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇച്ചിലൂടെ കഴിഞ്ഞാൽ കൈ ചുരുട്ടുണ്ടോ? ഇപ്പോൾ ജനിച്ചതെന്ന് പറയുന്നതിനകത്ത് എന്തില്ല? ഈ കുറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ വടിയൊക്കെ വെച്ചേക്കുന്നതിന് നമ്മുടെ ഇവിടുത്തെ വില്ലന്മാർക്ക് വേണ്ടിയാ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. കാര്യം ശിശുക്കൾ അതേ ഒരുത്തും തലയും കുത്തിരിക്കുന്നു. കാരണം അപ്പൊ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ.
അപ്പോ എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാല്. വചനത്തില് സ്തോത്രം മായം ചേർക്കുന്നവരുണ്ട്, അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി വചനം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്തോത്രം സ്വർഗം പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനം പറയുന്ന ആളുകളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സ്വർഗം പോലും മനസ്സിൽ വരാത്ത കാര്യങ്ങളാണ് ചിലര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അവരിതിന്റെ ഹോൾസെയിൽ ഏജന്റ് ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് മനസ്സിലാകേണ്ട കാര്യം മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാളത്തിൽ അല്ലെ ഇംഗ്ലീഷിൽ അല്ലെ ഹിന്ദിയിൽ നമുക്ക് മനസ്സിലാകേണ്ട ഭാഷയിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്ത് ഏതെങ്കിലും അർത്ഥം മനസ്സിലായില്ലേ നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനമില്ല മായമില്ലാത്ത പാല് അത് കുടിച്ചാൽ നമ്മൾ എങ്ങോട്ടും ഓടണ്ട. ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ച് പഠിച്ചാൽ എങ്ങോട്ടും നമ്മൾ ഓടണ്ട. എന്റെ ഒരു ചിന്ത ഞാൻ പറയാം. അത്യാവശ്യം നമ്മളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനൊക്കെ സംബന്ധിക്കുക. അല്ലാത്ത കാര്യത്തിനൊക്കെ രൂപ വിളിച്ച്, വണ്ടി വിളിച്ച്, ടെമ്പോ ട്രാവലറും പിടിച്ച് അവിടെ ഇവിടെയും പോയി അവരെ ഇവരെയും പൊക്കുന്നൊന്നും കാണാൻ പോകേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് പുസ്തകം 4 അധ്യായം വായിര്. നമ്മുടെ ഉള്ള മീറ്റിങ്ങിലും അല്ലെ അടുത്തുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ നമുക്ക് വലിയ ചെലവില്ലാതെ, ഇപ്പൊ വാളകം കൺവെൻഷൻ പോകാൻ നമുക്ക് അധികം ചെലവില്ല, പിറവം കൺവെൻഷൻ പോകാൻ നമുക്ക് ചെലവില്ല. നമുക്ക് പോകാവുന്ന പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക. കോവളത്തൊരു കൺവെൻഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് എല്ലാവരും കൂടെ കെട്ടി ഒരുങ്ങി പോകേണ്ടി ഒരു കാര്യവും ഇല്ല. സ്തോത്രം. ഞങ്ങളുടെ സൗകര്യമാണെന്ന് ഓരോരുത്തർ പറയും. അത് ഞാൻ പറഞ്ഞ ഇതിനകത്തൊന്നും നടക്കാനൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വചനമെന്ന പാല്, മായമില്ലാത്ത പാല് നമ്മൾ കുടിച്ചാ മതി. ദൈവവചനം ഒന്ന് വായിച്ചാ മതി, അതൊന്ന് ഗ്രഹിച്ചാ മതി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കാൻ നേരമില്ല. സ്തോത്രം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ആരെങ്കിലും ആഭ്യന്തര കാര്യം ചിലരാണെ ദേഷ്യപ്പെട്ടേ പറയത്തുള്ളൂ. ആഭ്യന്തര കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഇവിടെ ഇരുന്നാ മതി എന്ന് പറയും. അതുകൊണ്ട് മക്കള് തന്നോളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതൊക്കെ വിട്ടുകൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ തന്നെ പിടിവിടരുതെന്ന് വിടാതിരിക്കരുത്. ഞാനും ഒക്കെ ഇപ്പൊ പിടിവിട്ടായി നടക്കുന്നത്, ചെറിയ പിടുത്തമൊക്കെ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. സ്തോത്രം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അവിടെയാണ് അവിടുന്ന് നമുക്ക് ആശ്വാസം വരുന്നത്. ഉയരത്തില് യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗമാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. വൃക്ഷങ്ങളുടെ ചുവട്ടിന് എന്ത് ചെയ്തിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.